ഗുജറാത്ത് കലാപം, ഭ്രൂണം, ശൂലം, ഭ്രൂണഹത്യ, ഇതൊക്കെ കുറേ കാലമായി നമ്മുടെ രാജ്യത്ത് കേൾക്കുന്ന പദപ്രയോഗങ്ങളാണ്. പറഞ്ഞിപ്പോൾ ആളുകളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഗുജറാത്തിൽ വലിയൊരു കലാപം നടന്നു, ഒരുപാട് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ വെപ്പണാണ്, ഒരു പൊളിറ്റിക്കൽ ആയുധമാണ്. എക്കാലത്തും BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ വരുന്ന ആയുധം. പക്ഷേ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ അന്നല്ല ചരിത്രം ആരംഭിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് ഒരു തീവണ്ടിയുണ്ട്, ഒരു സ്റ്റേഷനുണ്ട്, അവിടെ ഒരു ആൾക്കൂട്ടമുണ്ട്, അവർ ജീവനോടെ ചുട്ടുകരിച്ച മനുഷ്യരുണ്ട്. ഗോദ്ര അല്ലേ? ഇത് എല്ലാവരും മറന്നു പോകുന്നു. ഗോദ്ര എന്താണ് എന്ന് ആരും പറയുന്നില്ല. ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത്. ഗോദ്രയിൽ സംഭവിച്ചതിൻ്റെ സ്വാഭാവിക പ്രതികരണം രാജീവ് ഗാന്ധി പറഞ്ഞില്ലേ, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ സ്വാഭാവിക വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുന്ന പോലെ പച്ച മനുഷ്യനെ തീയിട്ട് പെട്രോൾ ഒഴിച്ച് തീവണ്ടിക്കകത്തിട്ട് കത്തിച്ച് കൊന്നപ്പോൾ കുറേ ആളുകളുടെ വികാരം, കുറേ മനുഷ്യരുടെ ആത്മരോഷം ഉണർന്നിരിക്കാം. അതൊരു സത്യമാണ്. പക്ഷേ അത് ചരിത്രത്തിൽ നിന്ന് എറേസ് ചെയ്ത് കളയുകയാണ്. അതിനെ ഒരു ചരിത്രത്തിലൊരു ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടൊരു സിനിമ വരുന്നുണ്ട് അല്ലേ, സബർമതി റിപ്പോർട്ട്. നരേന്ദ്രമോദി ആ സിനിമ കണ്ടു, ആ സിനിമയെക്കുറിച്ച് പറഞ്ഞു എന്ന് കേൾക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ആ സിനിമയെക്കുറിച്ചും അതുവഴി ഗോദ്രയെക്കുറിച്ചും സംസാരിക്കാം. സബർമതി റിപ്പോർട്ട് ധീരജ് സർണ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നടന്മാർ വിക്രാന്ത് മാസി, രാഖി ഖന്ന, റിദ്ധി ധോഗ്ര, ഏകത കപൂർ തുടങ്ങി 4-5 പേര് നിർമ്മാതാക്കൾ. ഇങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ട് കുറച്ച് പൈസ ആവുമല്ലോ. 4-5 നിർമ്മാതാക്കളുണ്ട്. പ്രധാനപ്പെട്ടത് ഏകത കപൂറാണ്. അപ്പോൾ മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്, ഈ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, സത്യം പുറത്തു വരുന്നു, നന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകും വിധമാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു വ്യാജ ആഖ്യാനം ആണ്, ഫോൾസ് നെറേറ്റീവ്. ഇത്തരം വ്യാജ ആഖ്യാനങ്ങൾ പരിമിത കാലത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സത്യം എന്നെങ്കിലും പുറത്തു വരും. ഇതാണ് സബർമതി റിപ്പോർട്ടിനെ പറ്റി മോദി പറഞ്ഞത്. ഇത് 2002 ഫെബ്രുവരി 27 ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 59 ഹിന്ദു തീർത്ഥാടകർ അയോധ്യയിൽ നിന്നും മടങ്ങുകയാണ് അഹമ്മദാബാദിലേക്കുള്ള സബർമതി എക്സ്പ്രസ്സിൽ. അത് മറ്റേ ഗുജറാത്തിൽ നിന്ന് ആയിരക്കണക്കിന് രാമഭക്തർ, കർസേവകർ 2002 ഫെബ്രുവരിയിൽ അയോധ്യയിലേക്ക് പോയതാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പൂർണ്ണാഹുതി മഹായജ്ഞം, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇവർ അയോധ്യയിലേക്ക് പോയത്. ഈ 25-ാം തീയതി ഫെബ്രുവരി 25, 2002 ഇത് 1700 പേര് തീർത്ഥാടകർ, കർസേവകർ ഒക്കെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. അവർ തിരിച്ച് അഹമ്മദാബാദിലേക്ക് ഉള്ള സബർമതി എക്സ്പ്രസ്സിൽ വരുന്നു, മടങ്ങുന്നു. ഈ പൂർണ്ണാഹുതി മഹായജ്ഞം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഫെബ്രുവരി 27-ാം തീയതി ട്രെയിൻ 4 മണിക്കൂർ വൈകി ഗോദ്ര സ്റ്റേഷനിലെത്തി. 7:43 ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീങ്ങുകയാണ്. ഗോദ്രയിൽ സ്റ്റേഷനിൽ വന്നിട്ട് നീങ്ങുകയാണ്. നീങ്ങുമ്പോൾ എമർജൻസി ബ്രേക്ക് ഇതിൻ്റെ അകത്ത് പ്രയോഗിക്കപ്പെട്ടു ട്രെയിനിൽ. പിന്നീട് ഡ്രൈവർ റിപ്പോർട്ട്, കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുത്തതിൽ പലതവണ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്തതായിട്ട് ഡ്രൈവറുടെ മൊഴിയുണ്ട്. അപ്പോൾ ഒരാൾ അപ്ലൈ ചെയ്തതല്ല അത്, ആസൂത്രകർ ഇതിൻ്റെ അകത്ത് വേറെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പലരും ചവിട്ടിയിട്ടുണ്ട്, ചെയിൻ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിഗ്നൽ പോയിന്റിൽ നിന്നു ട്രെയിൻ പലതവണ വലിച്ചെന്ന് ഡ്രൈവർ പറഞ്ഞിട്ടുമുണ്ട്. 2000-ഓളം വരുന്ന ആൾക്കൂട്ടം ഈ ട്രെയിൻ ആക്രമിച്ചു, പുറത്തു നിന്ന് കല്ലെറിഞ്ഞു, 4 കോച്ചുകൾ കത്തിച്ചു എന്ന് പറഞ്ഞാൽ ഈ പെട്രോള് മുക്കിയ തുണി ഈ ട്രെയിനിൻ്റെ അകത്ത്, പുറത്ത് നിന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയല്ല സുനിലെ, ഇതിൻ്റെ അകത്ത് നേരത്തെ തന്നെ പെട്രോൾ മുക്കിയ തുണികൾ ധാരാളം പലയിടത്തും
ബദറിയിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിനിൻ്റെ അകത്ത് പലയിടത്തും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കത്തിക്കുമ്പോൾ ഇതിങ്ങനെ ആളുകയാണ് ചെയ്തത്. അപ്പോൾ കാരണം പുറത്തല്ല ഇതിൻ്റെ എന്താണ് കത്തിയതൊക്കെ കണ്ടത്, ഒക്കെ അകത്താണ് കത്തി പടർന്നായിട്ടൊക്കെ കണ്ടത്. അപ്പോൾ 59 പേര് വെന്തു മരിച്ചു. 27 സ്ത്രീകൾ, 10 കുട്ടികൾ. അതിൽ 27 സ്ത്രീകളും 10 കുട്ടികളും 38, ആകെ 59 ആകെ 39 പേര് സ്ത്രീകളും കുട്ടികളുമായിരുന്നു. 48 പേർക്ക് പരിക്ക് പറ്റി. പെട്രോൾ കുതിർത്ത ചാക്കുകൾ ഗോദ്രയിലെത്തും മുൻപേ ട്രെയിനിൻ്റെ ഉള്ളിൽ വച്ചിരുന്നു. അതാണ് കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ കാണുന്നത്. 2008 സെപ്റ്റംബറിൽ നാനാവതി മേത്ത ഇടക്കാല റിപ്പോർട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ചത് വന്നിരുന്നു. S6 കോച്ച് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത ഗൂഢാലോചന കൊണ്ടാണ് ഈ കത്തിയത് എന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് തെളിവായിട്ട് എടുത്തിട്ടാണ് കോടതിയിൽ കേസ് നടന്നത്. ഫോറൻസിക് റിപ്പോർട്ടിലുണ്ടായിരുന്നു പെട്രോൾ ഒഴിച്ച് അകത്ത് നിന്നാണ് തീ കത്തിച്ചിരിക്കുന്നത് എന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി കെ ജി ഷായെ അന്വേഷണ കമ്മീഷനായിട്ട് നിയമിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ മോദിയുടെ സുഹൃത്താണെന്നും പറഞ്ഞിട്ട് ഈ കുറേ ആളുകൾ ബഹളം ഉണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഏകാംഗ കമ്മീഷനെ ദ്വയാംഗമാക്കി. റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി GT നാനാവതിയെ കൂടി എന്നിട്ട് നാനാവതിയെ അധ്യക്ഷനാക്കി ഈ കമ്മീഷന്റെ. സുപ്രീം കോടതി ജഡ്ജി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം ആയിരിക്കുമല്ലോ കമ്മീഷൻ. നാനാവതി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ 2008 മാർച്ചിൽ ഷാ മരിച്ചു. അപ്പോൾ അക്ഷയ് കുമാർ മേത്തയെ പകരം ഇതിലെടുത്തു. അപ്പോൾ അതുകൊണ്ട് മേത്തയുടെ പേരും കൂടി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കൂടെ പറയാറുണ്ട്. 6 വർഷം അന്വേഷണം നടന്നു. 40,000 രേഖകൾ, ഡോക്യുമെൻറ്റ്സ്, 1000 സാക്ഷികൾ, ഇത്രയും രേഖകളും സാക്ഷികളും ഒക്കെ വെച്ചിട്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് ശരിയാക്കിയത്. കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് ഗൂഢാലോചന എന്ന് പറഞ്ഞതൊക്കെ എതിർക്കുന്നവരാണ് നമ്മളീ പറയുന്ന ജോർജ് സോറോസ് അനുയായി ഭക്തസംഘം. അപ്പോൾ പക്ഷേ ഇത് ഇത്രയുമൊക്കെ അന്വേഷണം അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. ഈ അന്വേഷണം നടത്തിയവരാരും BJPക്കാരോ RSSകാരോ ഒന്നും അല്ലതാനും. 2011 ഫെബ്രുവരിയിൽ കോടതി 31 മുസ്ലിങ്ങളെ ശിക്ഷിച്ചു ഈ കേസിൽ. നാനാവതി മേത്ത കമ്മീഷൻ റിപ്പോർട്ട് തെളിവായിട്ട് എടുത്തിട്ട് 2017 ഒക്ടോബറിൽ ഹൈക്കോടതി അത് ശരിവെച്ചു ഈ ശിക്ഷ. അപ്പോൾ ഇത്രയുമൊക്കെ തെളിവുകളും ഈ കോടതിയുടെ അപഗ്രഥനവും ഒക്കെ നടന്ന് ശരിവെച്ചതാണിത്. ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 31 പേരെ ശിക്ഷിക്കുകയും അപ്പീലിൽ ഇത് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഗുജറാത്തിൽ ഇതിന് ലാലു പ്രസാദ് റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ അയാൾ ഒരു ഏകാംഗ കമ്മീഷനെ വെച്ചു. ആ ഏകാംഗ കമ്മീഷൻ ഇത് ആക്സിഡൻ്റാണ് എന്ന റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷെ പിന്നീട് കോടതി ആ കമ്മീഷനെ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതെടുത്ത് കളഞ്ഞു. അങ്ങനൊരു കമ്മീഷൻ്റെ ആവശ്യമില്ല. മര്യാദയ്ക്ക് ഇത് അന്വേഷിക്കുന്നൊരു കമ്മീഷൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ കണ്ടെത്തലുകളും ഒക്കെ നീക്കി കളഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇനി ലാലുവിൻ്റെ ഒരു കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും രംഗത്ത് വന്നിട്ട് കാര്യമില്ല. അത് അസാധുവായിട്ട് പ്രഖ്യാപിച്ചു, അത് നീക്കുകയും ചെയ്തതാണ്. അപ്പോൾ ലാലു 2004 കമ്മീഷനെ വെച്ചത് ഈ ആക്സിഡൻ്റ് ആണെന്ന് 2006 ആണ് റിപ്പോർട്ട് കൊടുത്തത്. അതാണ് ഭരണഘടനാ വിരുദ്ധം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഗോദ്രയിൽ നടന്നത് അതിൽ സിനിമയാകുന്നത് സിനിമ റിലീസായോ? അല്ല, ഇദ്ദേഹമൊക്കെ കണ്ടിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത്. പ്രിവ്യൂ ആയിരിക്കും. ഞാൻ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കണ്ടു. സിനിമ ഇവിടെ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അല്ല, കേരളത്തിൽ വരുമല്ലോ. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനെക്കുറിച്ച് ഊറി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ഈ മികച്ച സിനിമയായി ദേശീയ അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ്. കേരളത്തിലധികം ഓടിയില്ല. കാരണം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനെക്കുറിച്ചുള്ള ഉറി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സ്റ്റോറി ഓടിയില്ല. കാശ്മീർ ഫയൽസ് കേരളത്തിൽ ഓടിയില്ല. അത് ഞാൻ കണ്ടു.
അത് പക്ഷേ അത് പിന്നീട് അത് കാശ്മീർ ഫയൽസ് ഞാൻ ഇവിടെ തന്നെയാണ് കണ്ടത്. കാശ്മീർ ഫയൽസ് പിന്നെ ഇവിടെ ചെറിയ തിയേറ്റർ BJPയും മറ്റ് സംഘടനകളും ഒക്കെ ചേർന്ന് തിയേറ്ററുകൾ ലഭ്യമാക്കി കാണിക്കുകയായിരുന്നു. ഇവിടുത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണത്തില്ല, സിനിമ വന്നാൽ നിരോധിക്കണമെന്ന് പറയുന്നവരുണ്ടാവും, തിയേറ്ററുകൾ കൊടുക്കത്തില്ല, തിയേറ്ററുകളെ ഭീഷണിപ്പെടുത്തും. പിന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടനയെ പേടിപ്പിക്കാൻ എളുപ്പമാണ്, കാരണം മലയാള സിനിമ ആരുടെ കയ്യിലാണെന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വന്നില്ല. പിന്നെന്താണ് അങ്ങനെ ഇത് മാത്രമല്ല, TP ചന്ദ്രശേഖർ TP 21 വട്ടം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഓടിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടുന്ന ആളുകളുടെ നാടാണേ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു, നല്ല സിനിമ. ഇത് കണ്ണൂരൊന്നും ഓടിക്കാൻ പറ്റിയില്ല ആ പടം, കാരണം അതിൽ പിണറായി വിജയനെ പോലത്തെ ഒരു കഥാപാത്രമുണ്ട്. TP 21 വട്ടം അത് തന്നെയാണ്, ഓടിയില്ല. ഓടിയില്ലെന്നല്ല, ഓടിക്കാൻ സമ്മതിച്ചില്ല. പുഴവര മുതൽ പുഴവരെ എന്ന് പറഞ്ഞ സിനിമയ്ക്കും ഇതേ അനുഭവം ഉണ്ടായി. അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഫത്വകളുണ്ട്. ഏതൊക്കെ സിനിമകൾക്കാണ് സ്റ്റോറിയോ? കേരള സ്റ്റോറി ഓടിയിട്ടില്ല. കാശ്മീർ ഫയൽസ് എന്നീ പ്രശ്നം വന്നു. കേരള സ്റ്റോറിയാണ് പിന്നീട് തിയേറ്ററുകൾ വാടകയ്ക്കെടുത്തൊക്കെ കാണിച്ചത്. അപ്പോൾ സബർമതി റിപ്പോർട്ട് കേരളത്തിൽ കാണാൻ പറ്റുമോ? ഇതുവരെ ഇത് കേരളത്തിൽ റിലീസ് ചെയ്യുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. അത് പക്ഷേ ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്തിട്ട് അത് കാണിക്കേണ്ടതാണ്. കാരണം സിനിമ നല്ലതാണെന്ന് അതിൽ സത്യമുണ്ടെന്നും ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ സമ്മതിക്കില്ല. ഇനി ഇതിലെനിക്ക് ഞാൻ ഈ ഗുജറാത്ത് കലാപങ്ങളെ പറ്റിയൊക്കെ പലതരം റിപ്പോർട്ട് കാണുമ്പോഴൊക്കെ നമ്മൾ സ്ഥിരം ചരിത്രം വായിക്കാറുള്ളതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ വരുമായിരുന്നു, ഈ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകൂട ഭീകരത ഏതാണ്? അത് ഗുജറാത്ത് അല്ലല്ലോ. അത് നെഹ്റുവിൻ്റെ ഇടക്കാല സർക്കാർ ഭരിക്കുമ്പോൾ പ്രത്യക്ഷ സമരദിനം പ്രഖ്യാപിച്ചല്ലോ, ജിന്ന. ആ ഡയറക്റ്റ് ആക്ഷൻ ഡേ, ആ ദിവസം ഈ ഷഹീദ് സുഹ്രവർദിയാണ് മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിൽ, അന്നത്തെ ബംഗാളിൽ. ഷഹീദ് സുഹ്രവർദിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരദിനത്തിൽ 4500 ഹിന്ദുക്കളെ കൊന്നൊടുക്കി. അതിന് ഭരണകൂടത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു, കാരണം സുഹ്രവർദി ജിന്നയുടെ ആളാണല്ലോ, മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞ് പിന്നീട് പാകിസ്ഥാനിൽ പോയി. അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കി ഒരു കൂട്ടക്കൊല നടത്തിയിട്ട് വേണമായിരുന്നു അവർക്ക് വിഭജനം ആവശ്യപ്പെടാൻ. അത് ആണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഹിന്ദു കൂട്ടക്കൊല എന്ന് തന്നെ പറയുന്നത്, വംശഹത്യ എന്ന് പറയാവുന്നത്. ഭീകരമാണ് അന്ന് നടന്ന സംഭവങ്ങൾ. ബംഗാളിൻ്റെ തെരുവുകളിലൊക്കെ കുറേ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ. ഈ ഭരണകൂട ഭീകരത ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഉണ്ടായത്, ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത്. ആരും ഇത് പറയാറില്ല. അതുപോലെ മറ്റേ 1971 കിഴക്കൻ പാകിസ്ഥാനിൽ 2.5 ലക്ഷം ഹിന്ദുക്കളെ വംശഹത്യ നടത്തിയത്, അതാരും ഉണ്ടാറില്ല. അല്ല, ബംഗാളിൽ തന്നെ ഉണ്ടല്ലോ മാരിജാപ്പി ഉണ്ട്. അത് പട്ടികജാതി വർഗ്ഗക്കാരെ കൊന്നത്, ഹിന്ദുക്കളായ സഖാക്കൾ കൊന്നത്, ഹിന്ദുക്കളായ പട്ടികജാതിക്കാരെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂട്ടക്കൊല ചെയ്ത മാരിജാപ്പി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മാരിജാപ്പിയൊക്കെ ഒരു സിനിമയായി വരേണ്ടതാണ്. അത് നോവലിലുണ്ട്, വിക്രം സേത്തിൻ്റെയോ മറ്റൊരു നോവലിലുണ്ടത്. ഏതായാലും സബർമതി വരട്ടെ. സബർമതി റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം, വായിച്ചു നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.